മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. ആലക്കോട് ചോലമലയിൽ 3 ഇടങ്ങളിലായി ഉരുൾപൊട്ടലുണ്ടായി. റോഡും കൃഷിയിടങ്ങളും തകർന്നു. ആലക്കോട് നിന്ന് അമൽ ചേരുകയാണ്. അമൽ, ചോലമലയിൽ 3 ഇടങ്ങളിലായി ഉരുൾപൊട്ടലുണ്ടായി എന്നാണ് അറിയുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? കൃഷ്ണ, കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് റോഡ് തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുളവും കിണറും പൂർണ്ണമായും മൂടിയ അവസ്ഥയിലാണുള്ളത്. ഇതിന് തൊട്ടടുത്ത ഒരു വീട്ടുകാരോട് ബന്ധുവീടുകളിലേക്ക് മാറാനായി ഇപ്പോൾ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടി 3 ഭാഗങ്ങളിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായിപ്പോയത് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. എല്ലാവരും വലിയ ആശങ്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ റവന്യൂ അധികാരികളൊക്കെ സ്ഥലം സന്ദർശിച്ച ശേഷം ഈ പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ആലക്കോട്, ചെറുപുഴ ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴയാണ്. പുഴകളൊക്കെ തന്നെ കരകവിഞ്ഞ അവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ ജലനിരപ്പ് ഉയരുകയായിരുന്നു. എന്തായാലും ആളുകൾ ജലാശയങ്ങളിൽ ഇറങ്ങരുത് എന്ന ഒരു നിർദ്ദേശം കൂടി അധികൃതർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുൻപ് നമ്മൾ കണ്ടതാണ്, തേങ്ങ പിടിക്കാനൊക്കെ പോയി ആളുകൾ ഒഴുക്കിൽപ്പെടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ആശ്വാസം എന്ന് പറയുന്നത് വലിയ അപകടം ഒഴിവായി എന്നതാണ്. ഇവിടെ ഈ വ്യാപകമായി കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുകയാണ് എന്നതും ആശ്വാസകരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തിന് സമീപത്തുള്ളവർക്ക് ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകുകയും ഈ അപകട സാധ്യത കൂടുതലുള്ള ഒരു വീട്ടുകാരോട് തൊട്ടടുത്ത ബന്ധുവീടുകളിലേക്ക് മാറാനുള്ള ഒരു നിർദ്ദേശവും എന്തായാലും നൽകിയിട്ടുണ്ട്. കൃഷ്ണ. ശരി അമൽ.